അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി. എൻ്റെ പേര് നിർമ്മല തെരേസ, വീട് എറണാകുളം. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് 8-നായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഗവൺമെൻറ് സ്ഥാപനത്തിൽ പെർമനൻ്റായിട്ടൊരു ജോലി കിട്ടണം എന്നതൊരു സ്വപ്നമായിരുന്നു. ഞാൻ എറണാകുളത്തുള്ളൊരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം PSC കോച്ചിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ജോലി റിസൈൻ ചെയ്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ IIT-യിൽ PhD-ക്ക് ഉള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അങ്ങനെ അവിടെ അപ്ലൈ ചെയ്തു. കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എളുപ്പമായിരുന്നു. കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞാൻ PhD-ക്ക് ജോയിൻ ചെയ്തു. ഇതിനിടയിൽ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ സയൻറ്റിസ്റ്റ് പോസ്റ്റിനായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവും ഞാൻ ഇതുപോലെ തന്നെ ഉടമ്പടി കാശ് രൂപം കയ്യിൽ കരുതിയിട്ടാണ് അറ്റൻഡ് ചെയ്തത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നപ്പം അമ്മ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ ജോലി ലഭിച്ചു. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്ഥാപനത്തിൽ സയൻറ്റിസ്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് 1 മാസമായി. അപ്പം ഈ 2 അനുഗ്രഹങ്ങളും, ജോലി ലഭിച്ചതും PhD ചെയ്യാനും ഉള്ള അവസരം ചെയ്തു തന്നത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇതിന് ആയിരം ആയിരം നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. എല്ലാ ദിവസവും ബൈബിള് അരമണിക്കൂർ വീതം വായിക്കും. പിന്നെ ഞാനും അമ്മയും കൂടെ പോയി ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പത്രം വിതരണം ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിന് ആയിരം ആയിരം നന്ദി.